ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് വെയറബിൾ ബ്രാൻഡാണ് നമ്മുടെ ബോൾട്ട് എന്ന് പറയുന്നത്. ബോൾട്ടിൻ്റെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു മോഡലാണ് ബോൾട്ടിൻ്റെ Z40 എന്ന് പറയുന്ന TWS. ആ Z40ൻ്റെ പുതിയൊരു അവതാരം വന്നിട്ടുണ്ട്, ബോൾട്ടിൻ്റെ C40 അൾട്ര എന്ന് പറയുന്നത്. എനിക്ക് ഉറപ്പാണ് എന്തായാലും Z40 അൾട്ര ഈ വരുന്ന സെയിലിലും അല്ലെങ്കിൽ ഇത് ലോഞ്ച് ആയതിനു ശേഷം ബെസ്റ്റ് സെല്ലറായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ അതുപോലത്തെ കിടിലം ഫീച്ചറും അടിപൊളി പ്രൈസിംഗും ആണ്. അപ്പോൾ ഈ ഒരു TWSനെ പറ്റി ഇന്ന് സംസാരിക്കാം. അതായത് നമ്മുടെ Z40 എന്ന് പറയുന്ന മോഡൽ 1 മില്യൺ യൂണിറ്റ്സ് ആണ് സെല്ലായിട്ടുള്ളത്. എനിക്ക് ഉറപ്പാണ് എന്തായാലും Z40 അൾട്ര എന്ന് പറയുന്ന മോഡൽ എന്തുകൊണ്ടും അതിനേക്കാളും മേലോട്ട് പെർഫോം ചെയ്യും. കാരണം അത്രമാത്രം കിടിലം പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ബോക്സിൽ തന്നെ കുറച്ച് ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അൾട്രാ ഹൈ ബാറ്ററി ലൈഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലിംഗ് ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. 2000 റുപ്പീസിനകത്ത് ഡുവൽ ഡിവൈസ് പെയറിംഗ് ഒക്കെ അത്യാവശ്യം കിടിലം ഫീച്ചർ തന്നെയാണ്. കാരണം വളരെ എക്സ്പെൻസീവ് TWSിലൊക്കെയാണ് ഞാൻ ഈ ഒരു ഫീച്ചർ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളത്. ബട്ട് ഈ ഒരു പ്രോഡക്റ്റിലും കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു TWSിന്റെ ഈ ഒരു കുട്ടി ബോക്സിലാണ് വരുന്നത്. ഇതിനകത്ത് വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. നമുക്ക് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് എന്തായാലും അതിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മെയിൻ പ്രോഡക്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് തോന്നിയത്. സ്പെഷ്യലി ഇതിന്റെ ബിൽഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റഡി ബിൽഡാണ്. അങ്ങനെ അനക്കോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നല്ല പ്ലാസ്റ്റിക് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല ഇതിന്റെ ഫിനിഷിങ്ങും അത്യാവശ്യം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫിനിഷിംഗ് തന്നെയാണ് ബോൾട്ടോടെ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഗ്രേ ഫിനിഷിലൊക്കെയാണ് വരുന്നത്. നല്ലൊരു പ്രീമിയം ഫീൽ എന്തായാലും തോന്നും. നല്ല സ്റ്റഡി പ്രോഡക്റ്റ് ആണ്. കേസിന്റെ ബിൽഡ് ക്വാളിറ്റിയിൽ ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെയാണ് ഇതിന്റെ സ്റ്റെമ്മിന്റെ ക്വാളിറ്റിയും അത്യാവശ്യം നല്ല തന്നെയാണ്. പിന്നെ ടച്ച് കൺട്രോൾസ് ആണ് വന്നിട്ടുള്ളത്. എന്തായാലും ടച്ച് കൺട്രോൾസേ വരത്തുള്ളൂ. കാരണം 2000 റുപ്പീസ് കോസ്റ്റ് ചെയ്യുന്ന ഒരു TWS ആണ്. ശരിയാണ്, ഇതിന്റെ പ്രൈസ് വന്നിട്ട് 2000 റുപ്പീസ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ ANC-യുടെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. 32 ഡെസിബിൾസിന്റെ ANC കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഫീച്ചർ തന്നെയാണ് ANC-ക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ANC എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വളരെ വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട്. മിക്കവാറും ഉള്ള ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ANC പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതിന്റെ ANC പറ്റി സംസാരിക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. ANC എന്ന് പറയുന്നത് വലിയ രീതിയിൽ കട്ടിങ് ഇല്ലെങ്കിലും അത്യാവശ്യം ഈ പ്രൈസ് സെഗ്മെന്റിൽ കണ്ടിട്ടുള്ള ബാക്കിയുള്ള TWSനെ കാട്ടൊക്കെ ബെറ്റർ പെർഫോമിംഗ് ആണ്. മാത്രമല്ല 32 ഡെസിബിൾസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫാനിന്റെ നോയ്സോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പബ്ലിക്കിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബസ്സിന്റെ നോയ്സ് ഒക്കെ ഒരുവിധം നല്ല രീതിയിൽ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ANC-ക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നല്ലത് തന്നെയാണ്. 100 മണിക്കൂറാണ് ഇതിന് പ്ലേ ബാക്ക് ടൈം ബോൾട്ട് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഫാസ്റ്റ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു പ്രൈസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ. കാരണം 100 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം ഒക്കെ അത്യാവശ്യം യൂണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് അത്യാവശ്യം ഗെയിമിങ്ങിനും യൂസ് ചെയ്യാൻ പറ്റും. 45 ms-ന്റെ ലോ ലേറ്റൻസി മോഡും കൊടുത്തിട്ടുണ്ട്. അതിനെ ബോൾട്ട് കോമ്പാക്ട് മോഡ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനത്തെ ഫീച്ചേഴ്സും ഈ ഒരു പ്രോഡക്റ്റിൽ അവൈലബിൾ ആണ്. പിന്നെ IPX5 സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ജിമ്മിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. എന്നും പറഞ്ഞ് വെള്ളത്തിൽ കൊണ്ടൊന്നും മുക്കാൻ പറ്റത്തില്ല. ബട്ട് ജിമ്മിലൊക്കെ നമുക്ക് ഈ ഒരു TWS യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പാട്ട് കേൾക്കാനും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. സൗണ്ട് ക്വാളിറ്റിയിലൊന്നും എനിക്ക് ഒരു കോംപ്രമൈസും തോന്നിയിട്ടില്ല. 10 mm-ന്റെ ഡ്രൈവേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ ഡ്രൈവേഴ്സ് അത്യാവശ്യം നല്ല ക്ലിയർ ആണ്. ഫുൾ വോളിയം വെച്ചാൽ പോലും എനിക്ക് ഒരു രീതിയിലുള്ള ഡിസ്റ്റോർഷനും ഫീൽ ചെയ്തിട്ടില്ല. വളരെ ഹാപ്പിയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സൗണ്ട് ക്വാളിറ്റിയിൽ. പിന്നെ ANC-യുടെ കാര്യം പറയുകയാണെങ്കിൽ 32 ഡെസിബിൾസിന്റെ ANC ആണ്. അങ്ങനെ മേടിക്കേണ്ട. ബട്ട് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഇതിന്റെ പ്രൈസിനെ ടോട്ടലി ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. 2000 റേഞ്ചിൽ നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ബോൾട്ടിന്റെ Z40 അൾട്ര എന്ന് പറയുന്നത്. പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5.3 കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടച്ച് കൺട്രോൾസ് വെച്ച് നമുക്ക് പല രീതിയിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം മ്യൂസിക് പോസ് ചെയ്യാനാണെങ്കിലും പ്ലേ ചെയ്യാനാണെങ്കിലും സൗണ്ട് കൂട്ടാനാണെങ്കിലും കുറയ്ക്കാനാണെങ്കിലും ഗൂഗിൾ അസിസ്റ്റന്റിനെ വേക്കപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ANC ടേൺ ഓൺ ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റെം യൂസ് ചെയ്ത് പറ്റും. അങ്ങനെ പല ഫീച്ചേഴ്സും നമുക്ക് ഈ ടച്ച് കൺട്രോൾസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഓവറോൾ പറയുകയാണെങ്കിൽ 2000 റേഞ്ചിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ്. ഞാൻ യൂസ് ചെയ്ത് ജെനുവൻലി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ബോൾട്ടിന്റെ Z40 അൾട്ര എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഗ്രേ കളറിൽ മാത്രമല്ല വേറെയും കിടിലം കളേഴ്സിൽ അവൈലബിൾ ആണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ പർച്ചേസ് ലിങ്കിനായിട്ട് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ ഇതിന്റെ മൈക്ക് ക്വാളിറ്റി പറ്റി പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ഇതിന്റെ മൈക്ക് ക്വാളിറ്റി അത്യാവശ്യം കിടിലം തന്നെയാണ്. 4 mics ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കോഡ് മൈക്ക് ടെക്നോളജി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ക്ലിയർ ആണ്. നല്ല സൗണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഫോർ ദ പ്രൈസ് തോന്നുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു TWS തരുന്നതിനെക്കാട്ടും ഒരു സ്റ്റെപ്പ് മേലാണ് ഇതിന്റെ മൈക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത്. അത്യാവശ്യം കിടിലം ഔട്ട്പുട്ടാണ് മൈക്ക് ക്വാളിറ്റി എന്ന് എനിക്ക് കിട്ടുന്നത്. നല്ല സൗണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കോൾ വിളിക്കുമ്പോഴായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോഴായാലും നല്ലോണം കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ മൈക്കിൽ നിന്നാണ്. അപ്പോൾ എങ്ങനെയുണ്ട് സൗണ്ട് എന്ന് താഴെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ പിന്നെ എനിക്ക് ഓവറോൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ 3 ഫീച്ചേഴ്സ് ഒന്നാണ് സൗണ്ട് ക്വാളിറ്റി. ഞാൻ നല്ലോണം ഹാപ്പിയാണ്. പിന്നെ ബാറ്ററി ബാക്കപ്പും എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടു. 100 മണിക്കൂറിൻ്റെ പ്ലേ ബാക്ക് ടൈം എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ക്രേസി ഫീച്ചേഴ്സാണ്. പിന്നെ ബാക്കിയുള്ള പല ബ്രാൻഡിൻ്റെയും TWSൽ കാണാത്തൊരു ഫീച്ചറാണെന്ന് പറയുന്നത് ഗെയിമിംഗ് മോഡ് പല ബ്രാൻഡ്സും കൊടുക്കാറുണ്ട്. ബട്ട് ഗെയിമിംഗ് മോഡിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ചില മോഡൽസിൽ 60 milliseconds ആയിരിക്കും, ചിലതിൽ 80 ആയിരിക്കും. ബട്ട് ഇവിടെ 45 ms-ന്റെ ലോ ലേറ്റൻസി കിട്ടുന്നുണ്ട്. അതും അത്യാവശ്യം നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ 2000 റേഞ്ച്
റേഞ്ചിന് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.